ഷിരൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ നാവികസേനയുടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നേരത്തെ അവർക്ക് ചില നിർണായക സൂചനകൾ ലഭിച്ചിരുന്നു. ആ ഭാഗം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നാവികസേനയും NDRF-ഉം തെരച്ചിൽ നടത്തുന്നുണ്ട്. ടീം മാൽപ്പയും അവിടേക്ക് എത്തി എന്ന വിവരമാണ് വരുന്നത്. ഇപ്പോൾ ഡിഫൻസ് PRO കമാൻഡർ ശ്രീ അതുൽ പിള്ള ടെലിഫോൺ ലൈനിലുണ്ട്. സാർ, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ സാറിന് ഈ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്ട് പോയിന്റ് 1-ഉം കോൺടാക്ട് പോയിന്റ് 2-ഉം നമുക്ക് കിട്ടിയത് സൈഡ് സ്കാൻ സോണാറിന്റെ സ്കാനിങ് പിക്ചർ ആയിരുന്നു. ഈ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്കായിരിക്കും സെർച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ അറിയാൻ കഴിയുന്ന ഇപ്പൊ ഒരു റോപ്പ് മനാഫ് ഐഡന്റിഫൈ ചെയ്തല്ലോ. അപ്പൊ ആ റോപ്പിന്റെ ആ ഏരിയയിലോട്ടും അതിലോട്ടായിരിക്കും ഇപ്പം കോൺസെൻട്രേഷൻ ചെയ്യുന്ന സെർച്ചിന്, ഡൈവിങ്. അവിടെ ഈ താഴെ ഈ വെള്ളത്തിന്റെ അടിത്തട്ടിൽ വലിയ തോതിലുള്ള പാറയും മണ്ണുമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഡ്രഡ്ജർ ഉണ്ടെങ്കിലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് ഇപ്പോൾ ഈ ഈശ്വർ മാൽപ്പേ ടീം പറയുന്നുണ്ട്. നാവികസേനയ്ക്ക് അങ്ങനൊരു അഭിപ്രായമുണ്ടോ, അതോ സ്വന്തം മെഷീനറി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ അവിടെ ഉള്ളത്? എനിക്ക് നേവിയുടെ സോണാർ ഓപ്പറേഷൻസും ഡൈവിങ്ങിനെ പറ്റി കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രഡ്ജിങ് ചെയ്യേണ്ടത് അതിന്റെ എക്സ്പേർട്ട് ആരാന്ന് വെച്ചാൽ അവർ കമന്റ് ചെയ്യാനേ പറ്റൂ. ബിക്കോസ് അത് ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് വരുന്നത്, നേവിയുടെ അണ്ടറിലല്ല. സോ അതിന് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല ഡ്രഡ്ജിങ്ങിന്. എന്തായാലും സാർ, ഉച്ചയ്ക്ക് ശേഷം കുറച്ച് റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഡൈവിംഗ് വിവരങ്ങൾ വരുമ്പോൾ, അല്ലേ? ഞങ്ങൾക്ക് ടാസ്കിങ് ഫ്രണ്ടിൽ ഡൈവിംഗ്. ഞങ്ങൾ ആ ഡൈവിംഗ് കണ്ടിന്യൂ ചെയ്യും വിത്ത് ഫുൾ റിസോഴ്സസ് ഓഫ് കാർവാർ, കർണാടക നേവൽ ഏരിയയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കാർവാറില്. അവർ എന്നോട് പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ ഓൾ അവൈലബിൾ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് നേവി ഈ ഓപ്പറേഷൻസ് ഞങ്ങൾ ചെയ്യുമെന്ന്, ഞങ്ങളുടെ അടുത്തുള്ള റിസോഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഓപ്പറേഷൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. സർ, ഇന്നത്തെ തെരച്ചിൽ എത്ര മണി വരെയാണ് ആലോചിക്കുന്നത് സർ? ഇന്ന് വിസിബിലിറ്റി എത്ര നേരം കിട്ടുമോ ഡൈവേഴ്സിന് ഇത് ചെയ്യാൻ വേണ്ടി അത്രയും നേരം ഡൈവിംഗ് ചെയ്യും. നാളെ ഇപ്പോൾ സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും നാളെ ഈ തെരച്ചിൽ ഇതേ നിലയിൽ തുടരാൻ കഴിയില്ല. അപ്പോൾ നാളെ ഒരു ദിവസം മാറി നിൽക്കേണ്ടി വരുമായിരിക്കും സ്വാഭാവികമായും, അല്ലേ? ആ കോള് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അവര് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അതനുസരിച്ചായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ സർ, താങ്ക് യു. ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി. അദ്ദേഹം സൂചിപ്പിച്ചത് കോണ്ടാക്ട് പോയിന്റ് 1, കോണ്ടാക്ട് പോയിന്റ് 2 ഈ രണ്ട് മേഖലകൾക്കിടയിൽ ആണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് എന്നതാണ്. കാരണം ഈ സോളാർ സിഗ്നൽ കിട്ടിയ രണ്ട് ഭാഗങ്ങൾ അതിനിടയിൽ ഉള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഈ കയറ് കണ്ടെത്തിയ കാര്യം അത് ഈ ഉടമ സ്ഥിരീകരിച്ചവരും അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. ഈ ഡ്രഡ്ജറിൻ്റെ അടക്കം അത്തരം വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് നേവിയാണത്. അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരാത്തത് കൊണ്ട് അതിൽ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നാളെ എന്താണോ ആവശ്യപ്പെടുന്നത് അനുസരിച്ചായിരിക്കും നാളത്തെ നേവിയുടെ നീക്കങ്ങൾ. അവൈലബിളായ മുഴുവൻ റിസോഴ്സസും ഉപയോഗിച്ച് ഈ ഓപ്പറേഷനിൽ നാവികസേന ഉണ്ടാകും എന്നതാണ്. അവിടെ നിന്ന് കാർവാറിലെ മേഖലയിൽ നിന്ന് കാർവാറിലെ നേവി സ്റ്റേഷനിൽ നിന്ന് PRO അതുൽ പിള്ള അദ്ദേഹത്തിന് കിട്ടിയ വിവരം അതാണ്. അദ്ദേഹം അത് സൂചിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നാവികസേന കുറെ കൂടി വിപുലമായി അവരുടെ തെരച്ചിൽ കോണ്ടാക്ട് പോയിന്റ് 1-നും 2-നും ഇടയിൽ തുടരുകയാണ്. അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഡിഫൻസ് PRO പറഞ്ഞത് കോണ്ടാക്ട് പോയിന്റ് 1, കോണ്ടാക്ട് പോയിന്റ് 2 അതിനിടയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. സാധ്യത കൂടുതലുള്ള മേഖല എന്ന നിലയിൽ അതിനെ ഐഡന്റിഫൈ ചെയ്തത് ഈ നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ സോണാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇതിനിടയിൽ ഒരു സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയത്. അവിടെയാണ് തെരച്ചിൽ നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഡിഫൻസ് PRO പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് തന്നെ ആയിരിക്കുമോ ഈ ടീം മാൽപ്പയും ഇനി ഇറങ്ങുക? വിജയകുമാർ, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ നമ്മോട് PRO പങ്കുവച്ചത്. നിലവിൽ ഇപ്പോൾ അവർ രണ്ടിടങ്ങളിൽ നിന്നാണ് അവർക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള സോണാർ പരിശോധനയിലെ അവരുടെ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് നേവി പരിശോധന നടത്തിയത്. അല്ലാത്ത സ്പോട്ടുകളിലും നേവി ഇന്ന് അവരുടെ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവർക്കതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള 2 പോയിന്റുകളുണ്ട്. അത് കോണ്ടാക്ട് 1-ഉം അതോടൊപ്പം തന്നെ കോണ്ടാക്ട് പോയിന്റ് നമ്പർ 2 അങ്ങനെയാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് നിലവിൽ ഇപ്പോൾ കയറ് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
അത് ഈ ലോറിയുടെ തടി കെട്ടിയതാണെന്നും മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തെരച്ചിൽ നടത്തും എന്നിപ്പോൾ നിലവിൽ നേവി ഔദ്യോഗികമായി അറിയിക്കുകയാണ്. നേവി എന്തായാലും നിലവിൽ ആ ഓപ്പറേഷൻ അവർ തുടരുകയാണ്. അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് അവർ തുടരും എന്ന് തന്നെയാണ് അവർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നിലവിൽ ഇപ്പോൾ അത് തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഒരു പോയിന്റുകൾ അവർക്ക് ഉണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുമ്പോൾ അതൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അവർ പങ്കുവെക്കുന്ന വിവരം. അതിൽ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ലോഹഭാഗം എന്തായാലും അർജുൻ ഓടിച്ച ട്രക്കിന്റേതല്ല എന്ന് മനാഫ് പറയുന്നുണ്ട്. പിന്നെ അവശേഷിക്കുന്നത് ആ കയറാണ്. ആ കയർ കണ്ടെത്തിയ ഭാഗം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പോയിന്റ് നമ്പർ 2-ലാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അവരുടെ തെരച്ചിൽ ഉണ്ടാകും. എന്തായാലും അത്തരം നീക്കങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. നിലവിൽ നേവിയുടെ സംഘം 2 ബോട്ടുകളിലായി അവർ നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള തെരച്ചിൽ അവർ ആരംഭിച്ചിട്ടുണ്ട്. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ്. അവർ നിലവിൽ 2 ഡൈവർമാരാണ് അവർക്കുള്ളത്. അവർ 2 ബോട്ടുകളിലായിട്ടാണ് അവർ വിന്യസിച്ചിട്ടുള്ളത്. ആ 2 പോയിന്റുകളിലാണ് അവർ തെരച്ചിൽ നടത്തുന്നത്. ഈശ്വർ മാൽപ്പും ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടത്തുന്നത് നേവി നടത്തുന്ന അതേ പോയിന്റിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 സ്പോട്ടുകൾ അല്ലാതെ തന്നെ ഈ ഡ്രോൺ പരിശോധനയിലൊക്കെ കണ്ട 4 സ്പോട്ടുകളൊക്കെ ഉണ്ട്. അത്തരം ഇടങ്ങളിലേക്ക് നിലവിൽ ഇപ്പോൾ എന്തായാലും അവരുടെ തെരച്ചിൽ വ്യാപിച്ച ഒരു തെരച്ചിലല്ല, ഒരു പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള തെരച്ചിലേക്കാണ് ഉച്ചയ്ക്ക് ശേഷം അവർ കടക്കുന്നത്. ഇതിന്റെ കാരണം അവർക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള പരിശോധനയിലെ അതേ പോയിന്റിൽ നിന്നും അവർക്ക് നിലവിൽ ഒരു റിസൾട്ട് എന്ന രീതിയിൽ ഇത്തരം സാധനങ്ങളൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ അവർ അതിന്റെ എല്ലാ സാങ്കേതിക വശങ്ങളും അതിന്റെ ഒരു ഒഫീഷ്യൽ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നാളത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇപ്പോൾ അതുൽ പിള്ള തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ അതിന്റെ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ ഭരണകൂടം നാളെ തെരച്ചിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് എന്തായാലും ലഭിക്കുന്നത്. നമുക്ക് അല്പം കൂടി അതിന്റെ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേവി സംഘം കൃത്യമായ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. കോണ്ടാക്ട് പോയിന്റ് 1-ഉം കോണ്ടാക്ട് പോയിന്റ് 2-ഉം. അതിനിടയിലാണ് അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ബോട്ടുകൾ, 2 ഡൈവേഴ്സ്, ആ പോയിന്റ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. ഏറ്റവും പ്രധാനം അർജുൻ്റെ ലോറിയിൽ തടി കെട്ടിയിരുന്ന കയർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഏരിയയിൽ വിശദമായ പരിശോധന നടത്താനുള്ള നീക്കമാണ് ഉണ്ടാവുന്നത്. നേരത്തെ ഡിഫൻസ് PRO അതുൽ പിള്ള നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പോയിന്റ് കോണ്ടാക്ട് പോയിന്റ് 1-ഉം കോണ്ടാക്ട് പോയിന്റ് 2-ഉം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടക്കുമെന്നുള്ളതാണ്. നാളത്തെ തെരച്ചിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടമാണ് തീരുമാനമെടുക്കേണ്ടത്. അത് അല്പസമയത്തിനകം നമുക്ക് അതിലൊരു വ്യക്തത വരും എന്നും പ്രതീക്ഷിക്കാം. എന്തായാലും അവിടെ തെരച്ചിൽ നടക്കുകയാണ്. പുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.